ഈ യൂട്യൂബും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ കൃഷ്ണകുമാറും ഫാമിലിയും എന്ത് ചെയ്തേനെ? ഇതുങ്ങളൊക്കെ ഇവിടുന്ന് അടിച്ച് ഓടിച്ച് എരുമച്ചാണോ കലക്കി തളിച്ച് ശുദ്ധമാക്കണം. ഇപ്പോ വേറൊരു വിഷയം നടക്കുന്നുണ്ട് വീട്ടിൽ. ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും, കുടുംബം ഏറെ നിൽക്കുക. മൂത്ത മോള് പ്രതികരിച്ചപ്പോ എന്റെ അടുത്ത് പലരും പറഞ്ഞു അത് ചെയ്യണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ ആംഗിളാണ്. അറിയില്ലേ അവളുടെ സ്വഭാവം. ന്യായമായാലും അന്യായമായാലും അവളുടെ ഭാഗം ജയിക്കണം. ഇന്ന് എനിക്ക് 58 വയസ്സ്, അവർക്ക് 30 വയസ്സുമാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ 30ാമത്തെ വയസ്സിൽ ഞാൻ ചിലപ്പോൾ വീട്ടിൽ കയറി ചവിട്ടി ചുറ്റി കൂട്ടിയെന്നെ. ഈ ഗംഗാധരനല്ലേ കടപ്പുറം കൈ തെരണ്ടി വാൽ കൊണ്ട് ജനിച്ചവനാ. അച്ഛന്റെ എല്ലാ മകൾ അച്ഛൻ ഇങ്ങനെ ചിന്തിച്ചില്ലെങ്കിലും മകൾ ഇതിനപ്പുറം ചിന്തിച്ചില്ലെങ്കിൽ അത്ഭുതമുണ്ട്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഞാൻ മക്കളോട് പറഞ്ഞു കൊടുക്കും, നമ്മളെ പറ്റി മോശം പറയുന്നവർ നമ്മുടെ ഒരു ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ്. അവരെ നമ്മൾ ഉൾക്കൊണ്ടു പോയേ പറ്റൂ. ഇപ്പോ നീ ഒരു പോസ്റ്റ് ഇട്ടിട്ട് നിന്റെ 100 ഫ്രണ്ട്സിന് നിന്റെ ബന്ധുക്കൾക്ക് അയച്ചിട്ട് പറയും എന്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഒന്ന് കാണണേ, ഒന്ന് ഷെയർ ചെയ്യണേ, ഒന്ന് കമന്റ് ഇടണേ. ഒരൊറ്റ ബന്ധു ഒറ്റ സുഹൃത്തും നോക്കത്തില്ല. മനസ്സിലായില്ല. അതേസമയം നമ്മൾ ശത്രു എന്ന് പറയപ്പെടുന്നത് എനിക്ക് ശത്രുവല്ല, അവരിത് നോക്കും. ദിയ കിട്ടി 19-16 സെക്കൻഡില് ഒന്ന് ഇങ്ങോട്ട് കുറിച്ച് വെച്ചിട്ട് ഒരു 1000 പേർക്ക് ഷെയർ ഇടാ, അലക്കിക്കോ, അവളുടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇതൊരു 1000 പേർക്ക് ഷെയർ 1000-10,000 ഇങ്ങനെയാണ് വൈറലാവുന്നത്. എന്തായാലും അതിന്റെ പേരിൽ കുറെ വെട്ടി വീഴാമല്ലോ. ആലോചിച്ച് നോക്കിയ ആ വ്യക്തികൾ എന്റെ മക്കൾക്ക് എന്റെ കുടുംബത്തിന് ഉണ്ടാക്കി തന്ന ഒരു സബ്സ്ക്രിപ്ഷൻ കൂട്ടിയതും വരുമാനം ഉണ്ടാക്കിയതും എല്ലാത്തിനും അവരും കൂടി ഒരു കാരണക്കാരാണ്. ശരി, അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ കുടുംബം ഉണ്ടാക്കുന്ന കോൺട്രവേഴ്സികളെല്ലാം മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണെന്ന് അർത്ഥം. അത് എല്ലാവരും കൂടി ഒത്തുകളിക്കായിരിക്കും അല്ലേ? 4 കോൺട്രവേഴ്സി ഉണ്ടാക്കി കുടുംബം താരേനും വേണ്ടില്ല, നമുക്ക് റീച്ച് മുഖ്യം പിടിക്കില്ലേ? നീ കുറെ നേടുന്നുണ്ടല്ലോ. ഇത് കുറെ പേര് എഴുതുന്നതുകൊണ്ട് അവർക്ക് കുറെ വരുമാനം കിട്ടുന്നുണ്ട്. എത്ര പേർക്ക് എനിക്കും എന്റെ കുടുംബത്തിനും കൊണ്ട് 1000-10,000 വെച്ച് കൊടുക്കാൻ പറ്റും? ഇല്ല. അപ്പൊ നമ്മളെ പറ്റി എഴുതുന്നവർക്കും വരുമാനം കിട്ടുന്നു, അവർക്കും ഒരു സന്തോഷം, നമുക്കും ഒരു സന്തോഷം. മോനെ, ഞാനതൊരു ബിസിനസ് ആയിട്ടല്ല കാണുന്നത്, ഒരു ജീവകാരുണ്യ പ്രവർത്തനം. ഈ യൂട്യൂബ് ഒന്നും ഇല്ലായിരുന്നു ഈ കൃഷ്ണകുമാർ കുടുംബം കൂടി എന്ത് ചെയ്യുമായിരുന്നു? ഈ വലിയ മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഈ ജസ്റ്റിസ് പിള്ള ഇന്ന് ആരും ആകുമായിരുന്നില്ല.